സെൻട്രൽ സ്ക്വയറിലുള്ള സിനിപോളിസിലാണ് സുമതി വളവ് എന്നുള്ള സിനിമ ഞാൻ കാണാൻ തിരഞ്ഞെടുത്തത്. അതിന് കാരണം ഈ കാണുന്ന ക്രെഡിന്റെ വൗച്ചറാണ്. ഈ ക്രെഡിന്റെ വൗച്ചർ ഉപയോഗിച്ച് നമ്മൾ സിനിപോളിസിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റിന് 30 രൂപ 68 പൈസ മാത്രമേ ആവുന്നുള്ളൂ. ഈ സിനിപോളിസിന്റെ ഈ തിയേറ്ററിന്റെ സ്പെക്ക് എന്ന് പറയുന്നത് 2K 7.1 ആണ്. ഇതിന് സിനോൺ പ്രൊജക്ഷൻ ആണ്, ലേസർ ഒന്നുമല്ല. എന്നാലും നമ്മൾ 30 രൂപ മാത്രമല്ലേ മുടക്കുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ലാഭമാണ്. ഈ ഹൊറർ കോമഡി സിനിമകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും തമിഴായാലും ഹിന്ദി ആയാലും ഹൊറർ കോമഡി സിനിമകൾക്ക് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെൻഡ് ഫോളോ ചെയ്ത് ഒരുപാട് സിനിമകൾ ബാക്ക് ടു ബാക്ക് വരും. അപ്പോൾ നമ്മളെ മലയാളത്തിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ ഈ ഹൊറർ കോമഡി സിനിമകൾ മടുപ്പിക്കുന്ന അളവിലെത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സുമതി വളവ് പോലുള്ള സിനിമകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് വൈകാതെ തന്നെ മടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയുടെ പ്ലോട്ട് നല്ല രസമുള്ളതാണ്. അതായത് 90കളിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അവർ ആ ഗ്രാമത്തിൽ ഒരു സുമതി വളവ് എന്ന് പറഞ്ഞൊരു വളവുണ്ട്. അവിടെ രാത്രി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായി പലതും നടക്കും, പല ആപത്തുകളും ഉള്ളതാണ്. അതുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമവാസികൾ ആരും അവിടേക്ക് പോകുന്നില്ല. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ഗ്രാമം, അവിടെയുള്ള കുറേ ആളുകൾ എന്നുള്ള അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ കഥ പോകുന്നത്. ഈ രീതിയിൽ ഇപ്പോൾ നമുക്കൊരു വൺ ലൈനൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന, രസകരമായിട്ട് തോന്നുന്ന സംഗതികളൊക്കെ ഈ പടത്തിലുണ്ട്. പക്ഷേ പടത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ പടത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാം. കാരണം ഇതൊരു ഹൊറർ കോമഡി മൂവി ആയതുകൊണ്ട് തന്നെ ഇതിൽ രാത്രിയിൽ കുറച്ച് ഏരിയൽ ഷോട്ട്സ്, അതിൻ്റെ ഒരു ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി. അപ്പോൾ ഇതിൻ്റെ ശങ്കർ പി വി ആണ് ഇതിൻ്റെ സിനിമാഗ്രാഫി ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ വർക്ക് നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പല കുറച്ച് ഷോട്ട്സ് വരും ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും പിന്നെ ഈ ഹൊറർ എലമെന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള. ഈ ഹൊറർ എലമെന്റ്സ് ഈ കഥയിൽ എത്രത്തോളം അതിൽ വർക്കാവുന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. പക്ഷേ ഈ പുള്ളിയുടെ സിനിമാറ്റോഗ്രാഫി എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഇതിലെ കോമഡി സീനുകൾ മൊത്തത്തിലും കോമഡി നമ്മളോട് തീരെ ചിരിപ്പിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇങ്ങനെ ബോറടിയും കാര്യങ്ങളൊന്നുമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്. അതിന് കാരണം കുറച്ച് നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കോമഡി സീൻസ് വരുന്നുണ്ട്. പിന്നെ മാളികപ്പുറത്തിലെ പിള്ളേരുണ്ട്, അവരൊരു ട്രാക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കുറക്കാവുന്ന കോമഡികളൊക്കെ ഈ പടത്തിലുണ്ട്. പടത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹൊറർ കോമഡി ഫിലിം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ മാർക്കറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഹൊറർ ഫാക്ടർ എന്ന് പറയുന്നത്, ഈ സിനിമയിലെ ഹൊറർ ഫാക്ടർ അതിൻ്റെ എലമെന്റ്സ് കാണിക്കാൻ വേണ്ടിയിരിക്കുന്ന പ്രീ ക്ലൈമാക്സിൽ ഒരു വലിയ പോർഷൻ വരുന്നുണ്ട്. പ്രീ ക്ലൈമാക്സ് അല്ല, പ്രീ ഇൻ്റർവെല്ലിൽ ഒരു വലിയൊരു പോർഷൻ വരുന്നുണ്ട്. അതിനുശേഷമാണ് ഇൻ്റർവെൽ വരുന്നത്. അപ്പോൾ അതൊരു ആ ലോങ് ഷോട്ട്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള പലതും ഇതിനകത്ത് വരുന്ന ഈ ഹൊറർ കാണിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് പലതും വീക്കാണ്. സത്യത്തിൽ ഇതൊരു ഹൊറർ ഫിലിം എന്നുള്ള രീതിയിലല്ല ശരിക്കും ഈ പടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ അപ്പു എന്നുള്ള നമ്മുടെ നായകൻ, ആ നായകന്റെ നായകൻ എങ്ങനെ പ്രണയം സെറ്റ് ആവുന്നു എന്നുള്ള സീനുകളൊക്കെ വൻ കോമഡിയാണ്, വേറെ കാര്യം. അപ്പോൾ അവരുടെ കൂട്ടുകാർ കൂടെയുള്ള കുറച്ച് കോമഡി സംഭവങ്ങൾ, പിന്നെ വീട്ടുകാരറിയുന്നു ഈ പ്രശ്നങ്ങൾ, അപ്പോൾ അതെല്ലാം അതിജീവിച്ചിട്ടുള്ള ഒരു അവർ കല്യാണം കഴിക്കുന്നു, അത്രയുള്ള ഒരു സംഭവം. ഈ സംഭവത്തിനിടയിൽ ഒരു 5-6 പാട്ടുകൾ ഇതിന് അടുപ്പിച്ച് വരുന്നുണ്ട്. അതിൽ 2 ഒരു ഡാൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡാൻസ് മൂഡ് പോയിട്ടൊന്നും ക്രിയേറ്റ് ആവുന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു റൊമാൻറ്റിക് സോങ്സ് എന്ന് 2 വരുന്നുണ്ട്. അപ്പോൾ ഈ അടുപ്പിച്ചടുപ്പിച്ച് ഈ പാട്ടുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്ലോ എങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കഥ, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയിൽ അതിനകത്തേക്ക് 2 ടീസ്പൂണിൽ ഹൊറർ എലമെന്റ്സ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഗുണങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേസി റൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് പല കാര്യങ്ങൾക്കും അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ എഴുതി ഫലിപ്പിക്കണമെന്ന് നോക്കുമ്പോൾ ഹൊറർ എന്നുള്ള ജോണർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലതിനും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ലൂപ്പ് ഹോളിൽ കൂടി രക്ഷപ്പെടാം. ആ രീതിയിൽ അങ്ങനെയുള്ളൊരു ഹൊറർ എലമെന്റ്സ് ചേർത്താണോ എന്നൊരു സംശയമാണ് ഈ സിനിമ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായത്. അതായത് ഈ സിനിമയുടെ കഥയിൽ ഈ ഹൊറർ എന്നുള്ള എലമെന്റ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ആടാവുന്നില്ല. അതാണ് പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത്. അതിൻ്റെ കൂടെ ഇതിനകത്തൊരു ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്. ഈ വില്ലൻ ക്യാരക്ടറിന്റെ കാസ്റ്റിംഗ് സഹിക്കാൻ പറ്റില്ല. മുകേഷിന്റെ മകനാണ് ശ്രാവൺ. പുള്ളി ഇതിനു മുമ്പ് ഒരു സിനിമ ചെയ്തിരുന്നു. ആ സിനിമയും പെർഫോമൻസിന്റെ കാര്യത്തിൽ വളരെ വീക്കാണ് പുള്ളി. ആ പുള്ളിനെ ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള വില്ലന്റെ റോൾ കൊടുത്തിരിക്കുന്നു. ഈ വില്ലൻ നായകൻ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വലിയ സംഭവമൊന്നും അല്ല ഈ പടത്തിൽ. എന്നാൽ പോലും ഒട്ടും അഭിനയത്തിന്റെ ABCD പോലും അറിയാൻ പാടില്ലാത്ത ഒരാളെ ഈ ഒരു റോൾ ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും വല്ലാത്തൊരു വീക്കായിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു. പിന്നെ നായകനും തമ്മിലുള്ള ലവ് ട്രാക്ക്, അതിൻ്റെ കൂടെ വരുന്ന പാട്ടുകൾ, സിജാറോസിന്റെ ഒരു ട്രാക്ക്, ഇങ്ങനെയുള്ള സിനിമയിലുള്ള പല സംഗതികളും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന പോലെയാണ് ഫീൽ ആവുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ ആരെയും എടുത്തൊന്നും പറയാനില്ല. എല്ലാവരും ഓരോരോ സോണിൽ പോകുന്നു. അർജുൻ അശോകിന് ടൈലർ മെയ്ഡ് ആയിട്ടുള്ളതാണ്, ഇതുപോലുള്ള റോളുകളാണ് പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ബാലുവർഗീസും കൊള്ളാം, ആ ഒരു കോമഡി സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മാളികപ്പുറത്തിലെ പിള്ളേര് കൊള്ളായിരുന്നു. പിന്നെ വില്ലന്റെ കാര്യം ഞാൻ മൊത്തം പറഞ്ഞോളൂ. ഗോകുൽ സുരേഷിന്റെ ആ ഒരു പുള്ളിനെ പടത്തിൽ കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ സൈജു കുറുപ്പ് എല്ലാ ആഴ്ചയും നമുക്ക് പുള്ളിനെ കാണാം. പുള്ളി സ്ഥിരമായിട്ട് ചെയ്യുന്ന അതേപോലുള്ള ആ റോളൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഈ സിനിമയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പേര് പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കും, അത്ര അധികം ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട് ഈ പടത്തിൽ. അങ്ങനെ എടുത്തു പറയത്തക്ക നല്ല പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ആരും തന്നെ ഈ പടത്തിലില്ല. നമുക്ക് ഗോകുൽ സുരേഷിന്റെ ഒരു പെർഫോമൻസ് ആണ് ഓക്കെ, ഗോകുൽ കൊള്ളാമെന്ന് തോന്നുന്നു, എന്നല്ലാതെ വേറെ ആരും എടുത്തു പറയത്തക്ക ഒന്നുമില്ല.
പിന്നെ ഈ അഭിലാഷ് പിള്ള പുള്ളി എഴുതുന്ന പല പടങ്ങളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡയലോഗ്സ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സ്, പിന്നെ വളരെ ഔട്ട്ഡേറ്റഡ് ഉള്ള ക്യാരക്ടേഴ്സ്, ഇതൊക്കെയാണ് പുള്ളി സ്ഥിരമായിട്ട് എഴുതുന്നത്. ഇതും അങ്ങനെ തന്നെയുള്ള ഒരു പടമാണ്. അപ്പോൾ ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് അത് സംവിധാനം കൊണ്ട് എങ്ങനെയൊക്കെ കരകയറ്റാമെന്നുള്ളൊരു ആ ഒരു രീതിയിലുള്ള ശ്രമവും സംവിധായകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് എവിഡന്റ് ആണ് ഈ പടത്തിൽ. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫസ്റ്റ് ഹാഫ് പിന്നെ നമുക്ക് കണ്ടിരിക്കാം. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്കും ക്ലൈമാക്സിലേക്കൊക്കെ പോകാൻ നേരത്താണെന്നുണ്ടെങ്കിൽ തീരെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ സുമതി വളവ് എന്നുള്ള ഈ സിനിമ നൽകുന്നത്.